പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് സമീപമാണ് ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. BCE 6-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 2700 വർഷങ്ങൾക്ക് മുൻപാണ് തക്ഷശില ഒരു പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയത്. ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ മകൻ തക്ഷൻ സ്ഥാപിച്ച നഗരമായതിനാലാണ് ഇതിന് തക്ഷശില എന്ന പേര് ലഭിച്ചതെന്ന് രാമായണത്തിൽ പരാമർശമുണ്ട്. ഇതൊരു ആധുനിക സർവകലാശാല പോലെ കേന്ദ്രീകൃതമായ ക്ലാസ് മുറികളോ വലിയ സിലബസോ ഉള്ള ഒന്നായിരുന്നില്ല. പകരം പ്രശസ്തരായ ഗുരുക്കന്മാർ താമസിക്കുന്ന ആശ്രമങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഇത്. സാധാരണയായി 16 വയസ്സ് പൂർത്തിയായവർക്കായിരുന്നു ഇവിടെ പ്രവേശനം ലഭിച്ചിരുന്നത്. വേദങ്ങൾ, തത്വചിന്ത, വ്യാകരണം, രാഷ്ട്രമീമാംസ, യുദ്ധമുറകൾ, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, കണക്ക് തുടങ്ങി 60-ലധികം വിഷയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. ലോക ചരിത്രത്തെ സ്വാധീനിച്ച പല പ്രമുഖരും തക്ഷശിലയിലെ വിദ്യാർത്ഥികളോ അധ്യാപകരോ ആയിരുന്നു. തീർച്ചയായും തക്ഷശില സർവകലാശാലയുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന 2 പ്രതിഭകളാണ് ചാണക്യനും പാണിനിയും. ഭാരതീയ ചരിത്രത്തിലും സാഹിത്യത്തിലും ഇവർ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചാണക്യൻ തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം കൗടില്യൻ എന്നും അറിയപ്പെടുന്നു. രാഷ്ട്രമീമാംസ, സാമ്പത്തിക ശാസ്ത്രം, യുദ്ധതന്ത്രങ്ങൾ എന്നിവയിലായിരുന്നു അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം. ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, സമ്പദ് വ്യവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണം, വിദേശ നയങ്ങൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചാണക്യൻ രചിച്ച ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ഈ പുസ്തകം അദ്ദേഹം എഴുതിയത് തക്ഷശിലയിൽ വെച്ചാണെന്ന് ചരിത്രം പറയുന്നു. അക്കാലത്ത് മഗധ രാജ്യം ഭരിച്ചിരുന്ന നന്ദവംശത്തിലെ രാജാവ് ചാണക്യനെ അപമാനിക്കുകയുണ്ടായി. ഇതിനു പകരമായി നന്ദവംശത്തെ തകർക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. തുടർന്ന് തക്ഷശിലയിൽ വെച്ച് താൻ കണ്ടെത്തിയ ചന്ദ്രഗുപ്ത മൗര്യൻ